ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് ഈ ടേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. വീട്ടിൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ടാക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ക്രിസ്പി ആവണമെന്നില്ല, സോഫ്റ്റ് ആയാലും വിഷയമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിക്കൻ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും ഉപ്പും അതേപോലെ കുറച്ച് സുർക്കയും ചേർത്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ പാനൊന്ന് ചൂടായിട്ടുണ്ട്. പാൻ ചൂടായ സമയത്ത് ഇതിലോട്ടേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ ക്രിസ്പി ആക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണ്ട, ഒരു നോർമൽ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് കൊണ്ട് അത്ര കൂടുതൽ ടൈമൊന്നും എടുക്കത്തില്ല. ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് കെച്ചപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മയോണൈസ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ റെഡ് ചില്ലിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. 2 ട്രേയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെയ്തെടുക്കുന്ന ഒരു ട്രേയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതിനനുസരിച്ചിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ട്രേയിലേക്ക് റെഡിയാക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. കൂടുതൽ ചേർക്കേണ്ടത് കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം നല്ലതുപോലെ തന്നെ ഫില്ലാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോസും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. സോസൊക്കെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എത്രത്തോളം റെഡിയാക്കുന്നത് എത്രത്തോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്രത്തോളം നല്ല ടേസ്റ്റാണ്. പിന്നെ മൊസറല്ല ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസ് അത്യാവശ്യം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓവനിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം പാനിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പാനിലായാലും വെച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 150 ഡിഗ്രി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ 10 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും തന്നെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാട്ടോ, എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി വിട്ടു പോകരുത്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.